ഒരു സുപ്രഭാതത്തിൽ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഈ ബിഗ് ബോസ് വീട്ടിലെ മറ്റൊരാളായി നിങ്ങൾ മാറിയിരിക്കുകയാണ് എങ്കിൽ ആരായി മാറണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുക? എനിക്ക് ജിൻഡോ കാക്ക ആവാനാണ് ആഗ്രഹം. കാരണം എന്ത് മണ്ടത്തരം പറഞ്ഞാലും, എന്ത് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാലും കയ്യടി ഇവിടെ കിട്ടുന്നുണ്ട്. അത് അയാളെ മണ്ടനാക്കാൻ വേണ്ടിയാണ് ബാക്കിയുള്ളവർ കൈ അടിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാതെ നിന്നു കൊടുക്കുന്ന ഒരു മനുഷ്യനായി മാറുന്നുണ്ട്. നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. എനിക്ക് ജിൻഡോ ചേട്ടൻ ആവാനാണ് ആഗ്രഹം. കാരണം എന്താ വെച്ചാല് നാണം, മാനം, നിലവാരം, നിലപാട് ഇങ്ങനത്തെ സാധനങ്ങൾ അടുത്തുകൂടെ പോവാത്തൊരു മനുഷ്യൻ. BB6 ക്യാപ്റ്റൻ കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, നമ്മളെല്ലാവരും ഇവിടെ വന്നത് ഒരാഴ്ച നമ്മൾ മനസ്സിൽ വിചാരിക്കണം എന്തായിരിക്കും, നമ്മൾ പുറത്ത് പോവല്ലേ എന്നല്ലേ. നോമിനേഷൻ വരുമ്പോൾ എന്തായാലും ആരും പുറത്ത് പോകണമെന്ന് ആഗ്രഹിക്കില്ല. അപ്പോൾ അതുപോലെ നമുക്ക് പോവല്ലേ എന്ന് ഉറപ്പ് വിചാരിച്ചിട്ട് നമുക്ക് കണ്ടന്റ് കൊടുക്കാൻ പറ്റണം അല്ലേ? അത് പറ്റുന്ന ഉറക്കി മാത്രമേ പറ്റുള്ളൂ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. എന്താ കാരണം വെച്ചാൽ ഈ 5 നോമിനേഷൻ വന്നിട്ടും പുറത്ത് പോയിട്ടില്ല. കാരണം പുള്ളിക്കാരത്തി ഇവിടെ കുറേ ചെന്നിട്ട് കുറേ മണ്ടത്തരങ്ങളും കുറേ ആൾക്കാരുടെ അടുത്ത് ചെന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ചുമ്മാ ചെന്ന് ചെളിയടിക്കും. അപ്പം നമുക്ക് അങ്ങനെ ചെളിയടിക്കാനും ഒരാൾക്കാരിൽ നിന്ന് പിടിച്ചിരുത്താനും അങ്ങനെ സംസാരിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടെങ്കിൽ അതിനാണ് കഴിവ് വേണ്ടത്. ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. കാരണം നമ്മൾ അപ്പാന്നാണ് പറഞ്ഞെങ്കിൽ ഞാനത് അപ്പാന്നല്ല പറഞ്ഞ അമ്മ എന്നാണ് പറഞ്ഞത്. അത് അവരെ വേണ്ടി പറയിപ്പിക്കണം. ഒരു എലി ആ പൊത്തിലേക്ക് പോയി, ആ പൊത്തിലല്ല പോയി, ഈ പൊത്തിലേക്ക് തന്നെ പോയത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അത് നോറയ്ക്കുണ്ട്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.